ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന കേരളത്തിൽ നിന്ന് 2,43,281 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യുക, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർഷകർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. മുഴുവനായും കേൾക്കുക, ശ്രദ്ധിക്കുക. അവസാന ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് സഹിതം കാണിക്കുന്നുണ്ട്, കാണുക. 2047 വികസിത ഭാരതം എന്ന കാഴ്ചപ്പാടോടുകൂടി രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ അതിൽ കർഷകന്റെ സംഭാവന വളരെ വലുതാണ്. എന്നാൽ കർഷകനാവട്ടെ ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാതെ നട്ടം തിരിയുന്നുമുണ്ട്. അത് പറയുമ്പോൾ തൊഴിലുറപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും തൊഴിലുറപ്പും കർഷകനുമായി എന്ത് ബന്ധമാണുള്ളതെന്ന്. എന്നാൽ ബന്ധമുണ്ട്. അത് ഇനി ഓരോ കർഷകനും അറിയണം. അതിനുശേഷം പ്രസ്തുത പദ്ധതിയിലേക്ക് വരാം. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി EBG റാംജി എന്നാക്കിയതും അതിനെ തുടർന്നുള്ള പുകിലുകളുമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ആ പുതിയ പദ്ധതിയിൽ കർഷകന് ഗുണം ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് കാർഷിക വിളവെടുപ്പിൻ്റെ മൂർധന്യ ഘട്ടങ്ങളിൽ തൊഴിലുറപ്പിൽ മറ്റു തൊഴിലുകൾ അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതായത് വിളവെടുപ്പ് സമയത്ത് കാർഷിക ജോലിയായിരിക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ തൊഴിലാളികളുടെ ലഭ്യത കുറവിനുള്ള ചെറിയൊരു പരിഹാരമായില്ലേ? അതുപോലെ തന്നെ മത്സ്യകൃഷി, കന്നുകാലി വളർത്തൽ, കൃഷി, അതുപോലെ ജലസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആ കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കർഷകർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി തിരികെ വരാം. വികസിത ഭാരതത്തിലേക്ക് എത്തണമെങ്കിൽ കർഷക ഉൽപ്പാദനം കൂടി വർദ്ധിക്കേണ്ടതുണ്ട്. കാർഷികോൽപാദനം വർദ്ധിക്കുന്നതിൽ കാർഷിക യന്ത്രവൽക്കരണം നിർണായക പങ്കുവഹിക്കുന്നു. കാർഷിക നവീകരണത്തിൻ്റെയും അതുവഴി ഗ്രാമീണ അഭിവൃദ്ധിയുടെയും പ്രധാന ഘടകങ്ങളിലൊന്നായി ഇന്ത്യൻ യന്ത്രവൽക്കരണത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. കൃഷി വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന സ്മാം പദ്ധതിയിലൂടെ കർഷകർക്ക് കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ സ്വന്തമാക്കാൻ സാധിക്കും. കർഷകർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനായി സ്മാം പദ്ധതിയുടെ ഔദ്യോഗിക പോർട്ടൽ ഡിസംബർ 31 മുതൽ തുറന്നു കൊടുക്കും. ഈ അവസരം പാഴാക്കരുത്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള അപേക്ഷകളാണ് സ്വീകരിച്ചു തുടങ്ങുക. സ്മാം അഥവാ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതി പ്രകാരമുള്ള കാർഷിക യന്ത്രങ്ങൾക്കും ഉപകരണങ്ങൾക്കുമായുള്ള സബ്സിഡി അപേക്ഷകളാണ് ഡിസംബർ 31 മുതൽ സ്വീകരിക്കുക. ആധുനിക രീതിയിലുള്ള കാർഷിക യന്ത്രങ്ങൾ വാങ്ങാൻ കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത്. കൃഷി, വിതയ്ക്കൽ, ജലസേചനം, വിളവെടുപ്പ് തുടങ്ങിയ പ്രവൃത്തികൾക്ക് ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കർഷകരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന മുൻഗണനാ ക്രമത്തിലാണ് സഹായം ലഭ്യമാകുക. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന കരമടച്ച റെസീറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ, ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്, തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടർ ID-യോ പാൻ കാർഡോ പാസ്പോർട്ടോ ഇവയിലേതായാലും കുഴപ്പമില്ല. അതുപോലെ SC/ST വിഭാഗങ്ങളാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ സ്കാൻ ചെയ്ത് നമ്മുടെ മൊബൈലിലാണോ കമ്പ്യൂട്ടറിലാണെങ്കിലും സേവ് ചെയ്ത് വെക്കണം. വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ഓരോ ഉപകരണത്തിൻ്റെയും നിബന്ധനകൾക്കനുസരിച്ച് 40% മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. ഇത് മാത്രമല്ല, വ്യക്തികൾക്ക് പുറമെ കർഷക കൂട്ടായ്മകൾ, SHGകൾ, FPOകൾ, പഞ്ചായത്തുകൾ എന്നിവർക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ അഥവാ കസ്റ്റം ഹിയറിംഗ് സെൻ്ററുകൾ തുടങ്ങുന്നതിനായി ആകെ ചെലവിൻ്റെ 40% വരെ സാമ്പത്തിക സഹായം ലഭിക്കും. FRA പട്ടയമുള്ളവർക്ക് എല്ലാ കാറ്റഗറികളിലും 30% സബ്സിഡിയാണ് ലഭിക്കുക. അതുപോലെ യന്ത്രവൽക്കരണം കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് പരമാവധി അതിൻ്റെ 80% തുകയായ 24 ലക്ഷം രൂപ വരെ സഹായമായി ലഭിക്കും. ഇനി രജിസ്റ്റർ ചെയ്യുന്നതിനായി വെബ്സൈറ്റ് പരിചയപ്പെടുത്താം. https:/agrimachinery.nic.in എന്ന വെബ്സൈറ്റിലേക്കാണ് പ്രവേശിക്കേണ്ടത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ലിങ്കിൽ
ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അവിടെ പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളുണ്ടാകും. താഴേക്ക് സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ 4 ബോക്സുകൾ കാണാം. ഒന്നാമത്തെ ബോക്സിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഇൻ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. മറ്റ് ബട്ടണുകൾ പെർഫോമൻസ് ടെസ്റ്റിംഗ്, ഫാം മെഷീനറി തുടങ്ങിയ കാര്യങ്ങൾക്കുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് അതാണ് ആവശ്യമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലേക്കാണ് എത്തുക. ഇവിടെ എത്ര പേർ രജിസ്റ്റർ ചെയ്തു, എത്ര പേർക്ക് സഹായം ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ ഡീറ്റെയിൽസ് വന്നത്? ആദ്യത്തെ കോളത്തിൽ സംസ്ഥാനങ്ങളുടെ പേര് കാണാം. കുറച്ച് താഴെയായിട്ട് കേരളം കാണാം. നോക്കൂ, കേരളത്തിൽ നിന്ന് 2,43,281 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുവരെ കേട്ടോ. അതിൽ 1,31,505 കർഷകർക്ക് പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നൊന്നും മാത്രമേ ഉള്ളൂ. നമുക്ക് തിരിച്ചു വരാം. കുറച്ച് താഴോട്ട് പോയി നോക്കാം. താഴെയായി പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് എത്തുന്നത് വരെയുള്ള പ്രോസസ്സിംഗ് നടപടികൾ എങ്ങനെയൊക്കെയാണെന്ന് വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ ബൈ ഫാർമർ. രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോർ പർച്ചേസിങ് ദി ഇംപ്ലിമെൻറ്റ്സ്. അത് കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ ബൈ ലോട്ടറി സിസ്റ്റം ഓർ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അതായത് ആദ്യം അപേക്ഷിച്ചവർക്ക് ആദ്യം. അടുത്ത സ്റ്റെപ്പ് ആഡിങ് ബിൽ ബൈ ഡീലർ. പിന്നീട് വെരിഫിക്കേഷൻ ഓഫ് ഇംപ്ലിമെൻറ്റ്സ് ഡീറ്റെയിൽസ് ബൈ മാനുഫാക്ചറർ. പിന്നെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഇംപ്ലിമെൻറ്റ് ബൈ ഗവൺമെൻറ് ഓഫീസർ. അത് കഴിഞ്ഞാൽ അപ്രൂവൽ ഓഫ് സബ്സിഡി ബൈ അപ്പർ ലെവൽ ഗവൺമെൻറ് ഓഫീസർ. പിന്നെയാണ് പേയ്മെൻറ്റ് ഫയൽ ജനറേഷൻ. ഇത്രയും കഴിഞ്ഞാണ് പണം കയ്യിലെത്തുന്ന പരിപാടി. അതായത് ഷെയറിംഗ് ഓഫ് പേയ്മെൻറ്റ് ഫയൽ ഡാറ്റ ഇൻ എക്സൽ ഓർ XML ഫോർമാറ്റ് ഫോർ സ്റ്റേറ്റ് പേയ്മെൻറ്റ് ഗേറ്റ്വേ സിസ്റ്റം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് മുകളിലേക്ക് തന്നെ വരാം. ഇവിടെ 3 വരെയുള്ള മെനു ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കുറേ ഓപ്ഷനുകൾ വന്നത് കാണാം. അവിടെ ഇത്രയും ഓപ്ഷനുകളാണുള്ളത്. ഹോം, സിറ്റിസൺ കോർണർ, സബ്സിഡി കാൽക്കുലേറ്റർ, ട്രാക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനുള്ള അതാണ് കേട്ടോ. അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ, കോൺടാക്ട് അസ്, യൂസർ മാനുവൽ, റിപ്പോർട്ട്, ഡാഷ്ബോർഡ്, ഗൈഡ് ലൈൻ, ഡൗൺലോഡ്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. അതിൽ 5ാമത്തെ ഓപ്ഷനായ രജിസ്ട്രേഷനിൽ ടച്ച് ചെയ്യുമ്പോൾ രജിസ്ട്രേഷന് താഴെയായി വീണ്ടും 4 ഓപ്ഷനുകൾ കൂടി വരും. അത് ഇങ്ങനെയാണ്: ഫാർമർ, മാനുഫാക്ചറർ ഓർ ഇമ്പോർട്ടർ, എൻ്റർപ്രണർ, സൊസൈറ്റീസ് ഓർ SHC ഓർ FPO. ഈ 4 കാര്യങ്ങളാണുള്ളത്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഒന്നാമത്തെ ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ഒന്നാമത്തേതാണ് കർഷകരായ വ്യക്തികൾക്കുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് പുതിയൊരു പേജ് വരും. നമ്മൾ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പേപ്പറുകൾ മുമ്പിൽ വെക്കണമെന്ന് ആണ് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നോട്ട് എന്ന് കാണാം. അത് വായിച്ചു നോക്കുക. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി ജില്ല, സബ് ജില്ല, ബ്ലോക്ക്, വില്ലേജ് തുടങ്ങിയ കാര്യങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പേര് ആധാർ കാർഡിൽ എങ്ങനെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കൊടുക്കണം. പിന്നെ SC ST ജനറൽ അത് സെലക്ട് ചെയ്യണം. ഫാർമർ ടൈപ്പ് അത് 3 ടൈപ്പാണ്: സ്മാൾ, മാർജിനൽ, ലാർജ്, അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഉചിതമായത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് താഴെയായി കാണുന്ന ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രജിസ്ട്രേഷൻ പേജിലേക്ക് എത്തി. അവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഡേറ്റ് കാണാം. അതിന് താഴെയായിട്ട് ചെക്കിംഗ് ഫോർ രജിസ്റ്റേർഡ് ഫാർമർ എന്നതിനടിയിലായിട്ട് 3 ഓപ്ഷനുകളുണ്ട്: ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, നെയിം, ആധാറിലുള്ളത് പ്രകാരം. ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം.
ഇവിടെ ഞാൻ ആധാർ നമ്പർ സെലക്ട് ചെയ്യുകയാണ്. വെള്ള ബട്ടൺ, അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് വെള്ള ബട്ടൺ നീലയാകും. താഴെ സെലക്ട് സ്റ്റേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റേറ്റുകളുടെ ലിസ്റ്റ് വരും. അവിടെ കേരള എന്നതിന് നേരെ ടച്ച് ചെയ്യുക. ശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കർഷകനാണെങ്കിൽ ഇതുപോലെ കാണാം. ഇനിയാണ് രജിസ്ട്രേഷൻ. നേരത്തെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്തതുപോലെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, സബ് ഡിസ്ട്രിക്റ്റ്, ബ്ലോക്ക്, വില്ലേജ്, ടൗൺ തുടങ്ങിയവ സെലക്ട് ചെയ്തതിന് ശേഷം നെയിം, അതായത് ആധാറിലുള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അച്ഛൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം കാറ്റഗറി എന്നതിൽ സെലക്ട് ചെയ്യുക. അത് SC, ST, OBC, ജനറൽ ഇവയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉചിതമായത് സെലക്ട് ചെയ്യുക. ഫാർമർ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ലാർജ്, മാർജിനൽ, സ്മാള് എന്നീ ഓപ്ഷനുകളാണ് വരിക. ഇതിൽ ഓരോന്നിനും ഉള്ള ഭൂമിയുടെ അളവ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് വെച്ചാൽ ഉചിതമായത് തിരഞ്ഞെടുക്കുക. പിന്നെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ്, പിൻകോഡ്, അഡ്രസ്സ്, പാൻ നമ്പർ തുടങ്ങിയവ കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയുമാണ് നമുക്ക് പറഞ്ഞു തരാൻ കഴിയുക. തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ അകത്തേക്ക് കടക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, രേഖകളുടെ സ്കാൻ ചെയ്ത കോപ്പി മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ട് വേണം രജിസ്ട്രേഷന് ശ്രമിക്കാൻ. ഓക്കെ. അവസാനമായി ഒരു പ്രത്യേക കാര്യം കൂടി പറയട്ടെ. ഇവിടെ കാണിച്ചു തന്നെന്ന് കരുതി സ്വന്തമായി തന്നെ ചെയ്തോളണമെന്നില്ല. സ്വന്തമായി ഓൺലൈനിൽ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളുടെയോ ബന്ധപ്പെട്ട ഓഫീസുകളുടെയോ സഹായം തേടാവുന്നതാണ്. പറ്റില്ലെങ്കിൽ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുമുള്ള സഹായങ്ങൾക്കും അതാത് ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.